ആഗോളതലത്തിലെ ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി സുസ്ഥിര കൃഷിരീതികളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പരിസ്ഥിതിക്കനുസൃതമായ കൃഷിരീതികൾക്കാണ് സുസ്ഥിര കൃഷിയിൽ മുൻതൂക്കം. സുസ്ഥിര രീതികൾ സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നടപ്പിലാക്കുന്നത്. ശുചിത്വ ഇന്ത്യ, ശുദ്ധവായു, വെള്ളം എന്നിവയ്ക്ക് സർക്കാർ മുൻതൂക്കം നൽകുമ്പോൾ ശുദ്ധമായ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം പ്രാധാന്യമർഹിക്കുന്നു. സുസ്ഥിര കൃഷിയിൽ കന്നുകാലി വളർത്തലിന് സുപ്രധാന പങ്കുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി ജൈവ കൃഷിക്ക് വൻതോതിലുള്ള പ്രോത്സാഹനവും പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 കേരളം പൂർണ്ണമായി ജൈവകൃഷിയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കീടനാശിനികളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും അമിതമായ ഉപയോഗം മൂലം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 291% വർധനവുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുറഞ്ഞു വരുന്ന ഉൽപാദനക്ഷമതയാണ്. കാലാവസ്ഥാ വ്യതിയാനം, കുറയുന്ന സ്ഥലവിസ്തൃതി എന്നിവ കൃഷിയെ തകിടം മറിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് രാജ്യാതിർത്തികളുമില്ല. കാലാവസ്ഥാ വ്യതിയാന കാലത്ത് മൃഗപരിപാലനത്തിൽ ആഗോളതലത്തിൽ സുസ്ഥിര കൃഷി ഉറപ്പാക്കാനായി സ്ഥാപിക്കപ്പെട്ടതാണ് ഗ്ലോബൽ ഫാം പ്ലാറ്റ്ഫോം. കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആതിഥ്യം വഹിക്കുന്ന ഈ ആഗോള ഫാം പ്ലാറ്റ്ഫോം വർക്ക്ഷോപ്പ് 7 വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. ഇതാദ്യമായിട്ടാണ് ഭാരതത്തിൽ ഗ്ലോബൽ ഫാം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഇതിന് മുമ്പുള്ള വർക്ക്ഷോപ്പുകൾ ചൈനയിലും US-ലും UK-യിലുമാണ് നടന്നിട്ടുള്ളത്. 7 സർവകലാശാലകൾ പങ്കെടുക്കുന്ന ഈ കൺസോർഷ്യം എല്ലാ സർവകലാശാലയിലും ഒരു ഭാവിയിലേക്ക് വേണ്ട ഒരു ഫാം, അത് കൃഷിയായാലും ലൈഫ് സ്റ്റോക്ക് ആയാലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളായാലും ഭാവിയിൽ എങ്ങനെ ഉൽപ്പന്നവും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യവും സുസ്ഥിരവുമായിട്ടുള്ള ഉൽപ്പാദനം എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ഐഡിയയിൽ, ആ തീമിലാണ് ഈ എല്ലാ സർവകലാശാലകളും പങ്കെടുക്കുന്നത്. അതിലേക്ക് വേണ്ട ആശയങ്ങൾ, ഗവേഷണ പദ്ധതികൾ, പ്രൊഡക്ഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അതാത് സർവകലാശാലകൾ എല്ലാ വർക്ക്ഷോപ്പിലും സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാർഷിക ഉൽപ്പാദനം അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഉൽപ്പാദനവും സുസ്ഥിരവും സുരക്ഷിതവുമാക്കുന്ന പദ്ധതികളുടെ, ഈ ഫ്യൂച്ചർ ഫാം ഉപയോഗിച്ചുള്ള പദ്ധതികളുടെ പ്രസൻറ്റേഷനും വിലയിരുത്തലും ചർച്ചയുമാണ് ഈ 2 ദിവസങ്ങളിൽ നടക്കുന്നത്. ഗ്ലോബൽ ഫാം പ്ലാറ്റ്ഫോമിന് കീഴിൽ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇനിഷ്യേറ്റീവ്സ് GII പ്രവർത്തിക്കുന്നു. കേരള വെറ്റിനറി സർവകലാശാല, അമേരിക്കയിലെ കാൻസാസ്, വിസ്കോൺസിൻ സർവകലാശാലകൾ, UK-യിലെ ബ്രിസ്റ്റൽ സർവകലാശാല, ചൈനയിലെ ഷെഹിയാങ് സർവകലാശാല, UK-യിലെ റോത്താംസ്റ്റഡ് ഗവേഷണ കേന്ദ്രം എന്നിവ GII-യിൽ അംഗങ്ങളാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായി സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ലോകത്തെമ്പാടും നടപ്പിലാക്കി വരുന്നു. വെറ്റിനറി സർവകലാശാല സുസ്ഥിര കന്നുകാലി വളർത്തലിനാണ് ഊന്നൽ നൽകുന്നത്. അന്താരാഷ്ട്ര സംരക്ഷണ വർഷമായ 2015 മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഉയർത്താനുള്ള മാർഗങ്ങളും ആരായുന്നു. മനുഷ്യർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പ്രോട്ടീൻ കൊടുക്കുന്നതിൽ മാംസ്യത്തിനും അതോടൊപ്പം തന്നെ മത്സ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഉൽപ്പാദനം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ വെള്ളം ഉപയോഗിക്കണം, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഉപയോഗിക്കണം, നമ്മുടെ ഭൂപ്രകൃതി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഇതിലെല്ലാം ഈ നാച്ചുറൽ റിസോഴ്സസിനും അമിതമായിട്ടുള്ള കേടുപാടുകൾ ഇന്നുണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എങ്ങനെ ഭൂമിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾക്ക് വലിയ ചൂഷണം കൂടാതെ നമ്മുടെ ഭക്ഷ്യോൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കുവാം, അതിൻ്റെ സുസ്ഥിരത എങ്ങനെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും, നമ്മുടെ വിഭവങ്ങൾക്ക് അമിതമായിട്ടുള്ള കോട്ടം തട്ടാത്ത രീതിയിൽ നമ്മുടെ ജലം അമിതമായിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വായു മലിനീകരിക്കാതെ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ
ഭീഷണി നേരിടുന്ന നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടുള്ള ഒരു ഉൽപ്പാദന രീതി എങ്ങനെ നമുക്ക് ആർജിക്കുവാൻ സാധിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ശില്പശാലയുടെ പ്രാധാന്യം. ഗ്ലോബൽ ഇന്നവേഷൻ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം കൊച്ചിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ശില്പശാല സുസ്ഥിര മൃഗപരിപാലനത്തിന്റെ രാജ്യാതിർത്തികളില്ലാത്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സുസ്ഥിര കൃഷിയുടെ ഭാഗമായിട്ട് സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾക്കും ജന്തുജന്യ ഉൽപ്പന്നങ്ങൾക്കും വളരെയേറെ കയറ്റുമതി സാധ്യതകൾ വന്നിരിക്കുകയാണ്. പക്ഷേ കയറ്റുമതി സാധ്യമാക്കണമെങ്കിൽ പ്രധാനമായും ഉൽപ്പന്നങ്ങളുടെ ശുചിത്വം അത്യന്താപേക്ഷിതമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 അനുസരിച്ച് ഉൽപ്പാദനം മുതൽ വിപണനം വരെ ഭക്ഷ്യസുരക്ഷിതത്വ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അന്താരാഷ്ട്ര ശില്പശാലയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആഗോളതലത്തിൽ തന്നെ ഏറെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു മേഖലയാണ് ക്ലീൻ, ഗ്രീൻ ആൻഡ് എത്തിക്കൽ ആനിമൽ പ്രൊഡക്ഷൻ. ജന്തുക്ഷേമത്തിന് വളരെ ഊന്നൽ നൽകിയാൽ മാത്രമേ ഉൽപ്പന്നങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ഗുണനിലവാരം സാധ്യമാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കന്നുകാലി വളർത്തലിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പശു വളർത്തലിൻ്റെ കാര്യത്തിൽ തീറ്റപ്പുല്ലിൻ്റെ ഉൽപ്പാദനം അത്യന്താപേക്ഷിതമാണ്. തീറ്റപ്പുൽ വളർത്തുന്ന രീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. തീറ്റപ്പുൽ വേണ്ട രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ വർദ്ധിക്കും. മാത്രമല്ല ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങളെ അകറ്റാൻ പറ്റുന്ന ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് ഇതിൽ വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ ശില്പശാലയിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങളിൽ വളരെ ശ്രദ്ധേയമായ പ്രബന്ധങ്ങളാണ്. ശില്പശാലയിൽ സുസ്ഥിര ഫാമിംഗ് രീതികൾ, തീറ്റപ്പുൽ കൃഷിയുടെ സാധ്യതകൾ, വൺ ഹെൽത്ത്, കൃത്യതാ കൃഷി, ശാസ്ത്രീയ മണ്ണു സംരക്ഷണം, ജന്തുക്ഷേമം തുടങ്ങി നിരവധി മേഖലകളെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. I saw a lot of things similar between India and China. That's two amazing countries with hardworking people, but still we have a lot of space to improve. So, for example, I have seen the sustainable farm in India, which is really clean and well organized. We have different animals, plants, forest, lake, which was organized and sustainable, developed. So I think for this part Chinese should learn from this. ആഗോളതലത്തിൽ സുസ്ഥിര കൃഷിക്കിണങ്ങിയ ഗ്ലോബൽ ഫാമായി വെറ്റിനറി സർവകലാശാലയുടെ പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്ന് ഫാമിനെ തിരഞ്ഞെടുത്തിരുന്നു. ഭക്ഷ്യസുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ആസ്ട്രേലിയ ക്ലീൻ, ഗ്രീൻ ആൻഡ് എത്തിക്കൽ ഉൽപ്പാദനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. UK-യിലെ റോത്താംസ്റ്റഡ് ഗവേഷണ കേന്ദ്രത്തിൽ തീറ്റപ്പുല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത, ഗുണമേന്മ എന്നിവ ഉയർത്താനും ഇതിലൂടെ ബീഫിൻ്റെ ഗുണനിലവാരം ഉയർത്താനുമുള്ള ഗവേഷണ ഫലങ്ങൾ പ്രാവർത്തികമാക്കി വരുന്നു. So we're particularly interested in how native and indigenous breeds interact within the systems, using also native fodder grasses, and how that can be used to improve sustainability of ruminant production. So globally, we are facing a challenge in feeding the population. In 2050, we're going to have 9 billion people on this planet. How do we feed the world? And it's only by improving sustainability of livestock production can we actually achieve that. നാടൻ ഇനം പുലികളിൽ നിന്നും മീഥേനിന്റെ ഉൽപ്പാദനം കുറച്ച് ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കാനുള്ള റൂമിനൽ ജിനോമിക്സ് ഗവേഷണവും യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ആസ്ട്രേലിയയിൽ നടന്നുവരുന്നു. GII ഇനിഷ്യേറ്റീവിൽ റിസർച്ചേഴ്സ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചത് അവരവരുടെ രാജ്യങ്ങളിലെ പുല്ലുകളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പുല്ലുകളെ എങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അതിനെ കർഷകർക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി അവർ നടത്തുന്നുണ്ട്. അതിന് കേരളത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ നമ്മൾ പശുക്കളെ അയച്ചുകൊണ്ടിരുന്നത് സാധാരണ മേടകളിലേക്കാണ്. അല്ലാതെ ഇറക്കുമതി ചെയ്ത പുല്ലുകളൊക്കെ ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ 10, 25, 30 വർഷത്തിന് മുമ്പ് ഉണ്ടായ സംഗതികളാണ്. അതിനു മുമ്പേ സാധാരണ നാടൻ പശുക്കളും ആ നാടൻ പശുക്കൾ മേയാനായിട്ട് നാടൻ ആയിട്ടുള്ള പുല്ലുകളുമാണ്. ഇന്നത് മാറി. അപ്പോൾ അങ്ങനെയുള്ള പുല്ലുകൾക്ക് ഇന്ന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നിരിക്കുന്നു.
അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ ഗവേഷണത്തിൻ്റെ ഈ കൂട്ടായ്മ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഇതാണ്. ശരിക്ക് നാടൻ പുല്ലുകളിൽ എത്രത്തോളമുണ്ട്, അത് നാടൻ പശുക്കൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ സങ്കരയിനം പശുക്കൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു. അതേപോലെ ഇത്തരം പുല്ലുകൾ തിന്നുന്നത് വഴി കാർബൺ എമിഷൻ, ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലഘട്ടമാണ്, അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ എമിഷൻ കൂടുന്നത് വഴി ഒരുപാട് നാശനഷ്ടങ്ങളും എൻവയോൺമെൻറ്റിൻ്റെ ഒരു സ്ഥിരതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റുന്ന തീറ്റകൾ ഏതൊക്കെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ എല്ലായിടവും, അത് കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ എമിഷൻ കുറയുകയും അത് അനിമൽസിന്, വളർത്തുന്ന മൃഗങ്ങൾക്ക് ആരോഗ്യം കൂടുകയും സാധാരണ ആൾക്കാർക്കുള്ള ഒരു ഗ്ലോബൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. നമ്മൾ വളരെ ക്ഷീരപ്രഭ എന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഫീഡ് ഫോർമുലേഷൻ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിരുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് പരമ്പരാഗതമല്ലാത്ത തീറ്റ വസ്തുക്കൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം ഇപ്പോൾ കപ്പയുടെ വേസ്റ്റ്, പഴത്തൊലി, ബിയർ വേസ്റ്റ്, പിന്നെ ചക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേരളത്തിൽ ലഭ്യമാണ്. വേസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കാർഷിക ഉപോൽപ്പന്നങ്ങളായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അത് എങ്ങനെയാണ് കർഷകൻ കൊടുക്കേണ്ടതെന്നുള്ളൊരു കൃത്യമായ മാതൃക നമുക്ക് ഇത്ര 20% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 5% തീറ്റയിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ കുറേ ഫൈൻഡിങ്സ് 10-30 വർഷമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത് നൽകുമ്പോൾ ബാക്കിയുള്ള തീറ്റ എങ്ങനെ ബാലൻസ്ഡ് ആകണം എന്നുള്ളതിനെ പറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള അവർക്ക് വിവരം ലഭ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ നാട്ടിൽ ലഭിക്കുന്ന ഈ തീറ്റ വസ്തുക്കളെ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ ലഭ്യമാണ്, പല കമ്പനീസിനും പൈസ അയച്ചു കഴിഞ്ഞാൽ ലഭ്യമാണ്. പക്ഷേ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള വാല്യൂസാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. വൺ ഹെൽത്ത് എന്ന ആശയവുമായി ബന്ധപ്പെട്ടുള്ള സാൽമോണെല്ലോസിസ്, കോംപൈലോബാക്ടർ രോഗസാധ്യതകൾ, ഇവയ്ക്കെതിരായുള്ള ജൈവമരുന്നുകൾ എന്നിവയിലുള്ള ഗവേഷണം അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സർവകലാശാലയിൽ നടന്നുവരുന്നു. ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത് മലയാളിയായ കുമാർ വെങ്കട്ട് നാരായണനാണ്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഉയർത്തിയാൽ മാത്രമേ ഉയർന്ന ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും കൈവരിക്കാൻ കഴിയൂ. ഇതിനായി വിവിധ തരത്തിലുള്ള മണ്ണ് പരിശോധന, മിനറൽ മാച്ചിങ്, മണ്ണിനിണങ്ങിയ തീറ്റപ്പുല്ലിനങ്ങൾ എന്നിവ വിപുലപ്പെടുത്തി വരുന്നു. മണ്ണാണ് നമ്മുടെ ലൈഫ് ബ്ലഡ് എന്ന് പറയുക. എന്തും മണ്ണിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളെ നെല്ലായാലും അരിയായാലും ഗോതമ്പായാലും ഒക്കെ മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം മണ്ണിൻ്റെ ഘടന, മണ്ണിലുള്ള ധാതുക്കളും ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, അതിൻ്റെ അസിഡിറ്റി, ആൽക്കലിനിറ്റി, ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ വളർത്തുന്ന വിളകളും ഫോഡർ വർഗ്ഗങ്ങളും വളരുന്നത്. നല്ല രീതിയിലുള്ള മണ്ണാകുമ്പോൾ അത് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതിൽ നിന്ന് എടുക്കുകയും ആ ന്യൂട്രിയൻസ് അനിമൽസിനും അല്ലെങ്കിൽ മനുഷ്യനും കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ മണ്ണിനെ പരിരക്ഷിക്കുക, മണ്ണിൻ്റെ ഘടനകൾ ശ്രദ്ധിക്കുക, മണ്ണിൻ്റെ ഹെൽത്ത്, സോയിൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ വർഷം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ സോയിൽസ് ആണ്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഈ ലാട്രൈറ്റിക് സോയിലാണ്, ഹൈലി ലീച്ച് സോയിൽ. കാൽഷ്യം മുഴുവനും പോയി, അസിഡിറ്റി കൂടുന്നു, ന്യൂട്രിയൻസ് കുറയുന്നു. അപ്പോൾ മണ്ണിനെ ശ്രദ്ധിക്കാനുള്ള പല മാർഗങ്ങളും മണ്ണ് സംരക്ഷണവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ധാരാളം വിളകളും പലതും കിട്ടും. അത് നമ്മൾ പോഷകം ചെയ്യും. കന്നുകാലി വളർത്തലിലും കോഴി വളർത്തലിലും ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ ഉൽപാദനക്ഷമത ഉയർത്താൻ സഹായിക്കും. മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയുമായി ചേർന്നുള്ള വൺ ഹെൽത്ത് എന്ന ആശയത്തിന് പ്രസക്തി കൂടി വരുന്ന കാലമാണിത്. That the excreta from the grazing animals, the dung and the urine are so important. They must be recycled back to soil because they provide nutrients and carbon in a form which is highly available to the soil microorganisms. And there we have our cycle, our virtuous cycle of the carbon, nitrogen and phosphorus moving through the livestock production system from the soil to the plant to the animal and then back to the soil again.
So in this way, by using this cycle very well, we can ensure a whole health for the whole system, sometimes called a One Health approach to farming. ജന്തുജന്യ രോഗങ്ങൾ, ആഗോള മലിനീകരണ ഭീഷണി എന്നിവ വൺ ഹെൽത്തിൽ സജീവമായി ചർച്ച ചെയ്തു വരുന്നു. കേരളത്തിൽ വെറ്റിനറി സർവകലാശാലയുടെ വയനാട് ജില്ലയിലെ പൂക്കോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വൺ ഹെൽത്ത് ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഭാവിയിൽ ലോകത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഭാരതത്തിലെയും കേരളത്തിലെയും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിരമാക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കൂടി പങ്കെടുക്കുന്ന 7 സർവകലാശാലകളുടെ ആഗോള കൺസോർഷ്യം. ആഗോളതലത്തിൽ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഉൽപാദനക്ഷമത ഉയർത്താനുമുള്ള മാർഗങ്ങൾക്ക് വർദ്ധിച്ച പരിഗണന നൽകുന്നതോടൊപ്പം ജൈവകൃഷിക്കും ജന്തുക്ഷേമത്തിനും ഊന്നൽ നൽകണമെന്നും കൊച്ചിയിൽ നടന്ന അന്താരാഷ്ട്ര സുസ്ഥിര മൃഗപരിപാലന ശില്പശാല ആവശ്യപ്പെട്ടു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा. बढ़ेगी 10 से 15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക കർമ്മസേനാംഗങ്ങൾക്ക് പരിശീലനം. മാംസത്തിനും അലങ്കാരത്തിനും വിഗോവ താറാവുകൾ. അഗ്രോ സൂപ്പർ ബസാറിൽ വിവിധ കാർഷിക ഉപകരണങ്ങൾ വിൽപ്പനയ്ക്ക്. സംസ്ഥാനത്ത് കാർഷിക കർമ്മസേനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുള്ള പ്രായോഗിക പരിശീലന പരിപാടി കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കാസർഗോഡ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ വെച്ച് ഈ മാസം 16-ാം തീയതി മുതൽ ആരംഭിക്കും. 11 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ പരിശീലന പരിപാടിയിൽ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം, അറ്റകുറ്റപ്പണികൾ, കേടുപാട് തീർക്കൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049942255570. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നവംബർ 16, 17 തീയതികളിൽ തീറ്റപ്പുൽ കൃഷിയിലും 19, 20, 21 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിലും 23, 24, 25 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 26, 27 തീയതികളിൽ എരുമ വളർത്തലിലും സൗജന്യ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048292342323. താറാവുകളിൽ ഏറ്റവും വലുതും തൂവള്ള നിറവും മാംസം വളരെ ഉത്തമവുമായ വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ അലങ്കാരത്തിനായും വളർത്താം. 45 ദിവസമാകുമ്പോൾ 2.5 കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഇവയ്ക്ക് പ്രതിരോധശേഷി കൂടുതലാണ്. കേരളത്തിൽ വളർത്താൻ പറ്റിയതും വീട്ടമ്മമാർക്ക് വരുമാന മാർഗവുമാണിത്. 1 മാസം പ്രായമായതിന് 70 രൂപയാണ് വില. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ വിഗോവ താറാവിൻ കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469271198. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കാർഷിക കർമ്മസേനയിൽ മികച്ച തൊഴിലിനും വരുമാനത്തിനും ടെക്നീഷ്യൻ, സൂപ്പർവൈസർ, അക്കൌണ്ടന്റ് എന്നീ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു. 18-നും 50-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 13. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9400005998 9497596998.
സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള അഗ്രോ സൂപ്പർ ബസാറിൽ വിവിധതരം കാർഷിക ഉപകരണങ്ങളും ചെറിയ ഗാർഡൻ ടില്ലറുകളും വീഡ് കട്ടറുകളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. കൂടാതെ സ്പെയറുകൾ, പമ്പ് സെറ്റുകൾ, ചെടിച്ചട്ടികൾ, വിവിധതരം അലങ്കാര ചെടികൾ, ഔഷധ സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങളുടെ ഗ്രാഫ്റ്റ് തൈകൾ എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471247137. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രാനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കാർഷിക യന്ത്രവൽക്കരണത്തെ സംബന്ധിച്ചും പഴം, പച്ചക്കറി സംസ്കരണത്തെ സംബന്ധിച്ചും സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി പഠനയാത്രയും പ്രായോഗിക പരിശീലനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472288286. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9800 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 10900 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 9800 രൂപ, കൊപ്ര കൊച്ചി 6650 രൂപ, കൊപ്ര കോഴിക്കോട് 7100 രൂപ, കൊപ്ര തൃശൂർ 6730 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70300 രൂപ. ചുക്ക് മീഡിയം 19000 രൂപ, ചുക്ക് ബെസ്റ്റ് 20500 രൂപ, മഞ്ഞൾ സേലം 7700 രൂപ, മഞ്ഞൾ ഈ റോഡ് 8000 രൂപ, അടയ്ക്ക 24000 മുതൽ 25000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11100 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11150 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 9800 രൂപ, കൊപ്ര 6650 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70300 രൂപ. ചുക്ക് മീഡിയം 19500 രൂപ, ചുക്ക് ബെസ്റ്റ് 20500 രൂപ, അടയ്ക്ക പുതിയത് 24000 മുതൽ 25000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 850 രൂപ വരെ, ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11100 രൂപ, ഒട്ടുപാൽ 7000 രൂപ, ലാറ്റക്സ് 8000 രൂപ. ഉത്തരേന്ത്യൻ ഓർഡറുകളുടെ വരവിൽ മികവ് നിലനിർത്തുകയാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. ഡൽഹി, UP, MP തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ കുരുമുളകിനെ ഈ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിച്ചു. ഗാർബിൾഡ് മുളക് കിലോ 703 രൂപയായി ഉയർന്നു. ആഭ്യന്തര വിപണി സജീവമാണെങ്കിലും യൂറോപ്യൻ മാർക്കറ്റുകളിൽ നിന്ന് ഓർഡറുകളില്ല. ഉത്തരേന്ത്യക്കാർ ചുക്കും മഞ്ഞളും വാങ്ങിയെങ്കിലും ഉൽപ്പന്ന വിലയിൽ മാറ്റമില്ല. കറി മസാല വ്യവസായികളും ഔഷധ നിർമ്മാതാക്കളും ജാതിക്കയും ജാതിപത്രയും വൻതോതിൽ ശേഖരിച്ചു. ജാതിക്കയ്ക്ക് വിദേശ അന്വേഷണങ്ങളുണ്ട്. ദീപാവലി വിൽപ്പനയിൽ പ്രതീക്ഷ നിലനിർത്തുകയാണ് വെളിച്ചെണ്ണ. രാജ്യത്ത് ഭക്ഷ്യെണ്ണങ്ങളുടെ വിൽപ്പന ഏറ്റവും ഉയർന്ന അവസരമായതിനാൽ വെളിച്ചയ്ക്ക് ആവശ്യം ഉയരുമെന്ന നിഗമനത്തിലാണ് മില്ലുകാർ. കൊച്ചി കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ ഷീറ്റ് വരവ് ചുരുങ്ങിയിട്ടും നിരക്ക് ഉയർന്നില്ല. ചെറുകിട വ്യവസായികൾ ഉത്സവദിനങ്ങൾ അടുത്തതോടെ വിപണിയിൽ നിന്ന് പിൻവലിഞ്ഞു. ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം മാത്രമേ റബ്ബറിന് പുതിയ ഓർഡറുകൾ പ്രതീക്ഷിക്കാനാവൂ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 25.1. കൊച്ചി 30.4, 24.8. ആലപ്പുഴ 34, 24.3. പുനലൂർ 30.5, 23.4. തിരുവനന്തപുരം 30.4, 24.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.